പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന ഒരു മുദ്രാവാക്യത്തോടുകൂടെ തെരഞ്ഞെടുപ്പിനെ നേരിട്ട നമ്മുടെ പാർട്ടി ദയനീയമായി പരാജയപ്പെട്ടു. ഇളകാനൊന്നുമില്ല, എല്ലാം അവന്മാരടിച്ചിളക്കി. ഇതിന്റെ പരാജയത്തിന്റെ കാരണങ്ങളിൽ ഇനിയെങ്കിലും മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ നമ്മുടെ പാർട്ടി നേതാക്കൾ തയ്യാറാകുമോ എന്നുള്ളതിലാണ് നമുക്ക് സംശയം. പക്ഷെ യാതൊരു വിധത്തിലുള്ള ഒത്തീർപ്പിനും നീ ശ്രമിക്കണ്ട, ഞാനതിന് തയ്യാറല്ല. പതിവ് പോലെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് ശേഷം നമ്മുടെ സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളെ വിളിച്ച് സംസാരിച്ചു. ഞങ്ങൾ മേലോട്ട് നിന്ന് താഴോട്ടും പരിശോധിക്കും, താഴെ നിന്ന് മേലോട്ടും പരിശോധിച്ചോ എന്നതിന് ശേഷം തിരുത്തി ഞങ്ങൾ മുന്നോട്ട് പോകും. അതൊക്കെ കുറെ കേട്ടിട്ടുണ്ട്. എന്റെ പൊന്നു മാഷ്, ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് കാലത്രയായി. നിങ്ങള് സംസ്ഥാന സെക്രട്ടറി ആയി വന്നതിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ചേലക്കര ഒഴിച്ച് ബാക്കി ഏതെങ്കിലും മണ്ഡലം കിട്ടിയിട്ടില്ല. അന്നും നിങ്ങൾ എന്താ പറഞ്ഞു? വർഗീയ വിഘടനവാദികളെല്ലാം ഒന്നിച്ച് ഇടതുപക്ഷ പ്രസ്ഥാനത്തെ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. അത് കഴിഞ്ഞ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നു. ഈ ജനങ്ങൾ നമുക്ക് ഇട്ടിന്റെ പൊടി കാണും അല്ലേ? എന്നിട്ടോ അന്ന് നിങ്ങൾ എന്താ പറഞ്ഞു? ഞങ്ങൾ പരിശോധിക്കും, തിരുത്തും, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ അതിനേക്ക് റീകവർ ചെയ്ത് വരും അല്ലേ? എന്നിട്ടോ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നു. പിന്നെ മാഷേ, പണ്ട് MP രാഘവനും 9 MLA കൊണ്ട് പോയി എന്നുള്ള എൻ്റെ ഓർമ്മ അത് ശരിയാണെങ്കിൽ പാർട്ടിക്ക് ഒരു ചുക്കും സംഭവിച്ചു. കാരണം എന്താണെന്ന് അറിയും? അന്ന് ജനകീയ മുഖങ്ങളുള്ള ഒരുപാട് നേതാക്കളുണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ഈ നാട്ടിലെ ജനങ്ങളെ നെഞ്ചോട് ചേർത്ത് അവരുടെ നെഞ്ചിലെ കണ്ണിൽ മണിയായ കരളിന്റെ കഷ്ണമായ ഒരുപാട് നേതാക്കൾ, EK നയനാര്, VS അച്യുതാനന്ദൻ, EMS നമ്പൂതിരിപ്പാട് ഒക്കെ ഉണ്ടായിരുന്നു. ഇന്ന് അതില്ല. ഉണ്ടായി വരുന്ന അല്ലെങ്കിൽ വളർന്നു വരുന്ന നേതാക്കളേക്ക് നിങ്ങൾ ഒതുക്കി. ആ ഒതുക്കൽ പ്രക്രിയയാണ് നിങ്ങളെ ഈ ഗതിയിലെത്തിച്ചത്. തോമസ് ഐസക്ക്, സുധാകരൻ, ശൈലജ ടീച്ചർ, P ജയരാജൻ, ഇവരൊക്കെ നിങ്ങൾ ഒതുക്കിയ പട്ടികയിൽ വരുന്ന ആളുകളാണ്. നിങ്ങൾ സംസ്ഥാന തലത്തിലെ ഒതുക്കൽ തുടങ്ങിയപ്പോൾ നിങ്ങളുടെ പ്രിയദാസന്മാരായിട്ട് ജില്ലയിലും ഏരിയയിലും LC-യിലും ബ്രാഞ്ചിലും കയറിക്കൂടിയ മഹാന്മാർ അവരുടെ വിരോധികളെ ഒതുക്കി. എന്നിട്ട് നിങ്ങളിപ്പോ ആരോടാ ഇത് ചർച്ച നടത്തി തീരുമാനിക്കാൻ പോണു? ഈ താഴത്തെ തട്ടിലുള്ള നിങ്ങൾക്ക് വേണ്ടി ഓശാന പാടുന്ന, നിങ്ങൾക്ക് വേണ്ടി സിന്ദാബാദ് വിളിക്കുന്ന, നിങ്ങളുടെ ഇംഗിതങ്ങൾ നടപ്പാക്കുന്ന ഈ ബ്രാഞ്ചിലെ 14 ബ്രാഞ്ച് മെമ്പർമാർ അവരാണോ പാർട്ടി? അവർ വോട്ട് ചെയ്ത് നിങ്ങൾ ജയിക്കൂ? അത് നിങ്ങൾ വിചാരിക്കരുത്. അതാണ് നിങ്ങൾക്ക് പറ്റിയ തെറ്റ്. ഈ പാർട്ടിയെ സ്നേഹിച്ച ലക്ഷോപലക്ഷം അനുഭാവികളുണ്ട്. അവരെ നിങ്ങൾ കേൾക്കാൻ തയ്യാറായില്ല, അവരെ നിങ്ങൾ കാണാൻ തയ്യാറായില്ല, അവരെ നിങ്ങൾ സ്നേഹത്തോടു കൂടി ചേർത്ത് നിർത്താൻ തയ്യാറായില്ല. അതാണ് ഇപ്പൊ ഈ പാർട്ടി പരാജയപ്പെടാനുള്ള കാരണം. സഖാവ് പിണറായി വിജയൻ 6 റൗണ്ട് എണ്ണിയപ്പോഴും പിന്നിലാണ്. അവിടെ മത്സരിച്ച UDF-ന്റെ സ്ഥാനാർത്ഥി പറയുകയുണ്ടായി, UDF-ന്റെ ഏതെങ്കിലും നേതാക്കന്മാരിവിടെ വന്ന് പ്രചരണം നടത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ജയിക്കുമായിരുന്നു, പിണറായി വിജയൻ തോൽക്കുമായിരുന്നു. നോ, അത് തെറ്റാണ്. UDF-നോ ലീഗിനോ CPM-നോട് തോൽപ്പിക്കാൻ കഴിയില്ല.
CPM-നെ തോൽപ്പിക്കാൻ കഴിയണമെങ്കിൽ CPM-ന്റെ അനുഭാവികൾക്കേ തോൽപ്പിക്കാൻ കഴിയുള്ളൂ. അത് ഈ തെരഞ്ഞെടുപ്പിൽ അവര് നേതൃത്വത്തിന് കൊടുത്ത താക്കീതാണ്. ഈ താക്കീത് കണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ ഇനി നിങ്ങൾ പഠിക്കാനും പോകുന്നില്ല. വയനാട്ടില് ദുരന്തമുണ്ടായ സ്ഥലത്ത് ഓടിച്ചാടി നടന്ന CPM-ന്റെ പ്രവർത്തകര്, അനുഭാവികള്, സഖാക്കള്, അതിന് നേതൃത്വം കൊടുത്ത ജില്ലാ സെക്രട്ടറി, ആ ജില്ലാ സെക്രട്ടറിയെ മമ്മൂട്ടി എത്ര വലിയ പണക്കാരനായിക്കോട്ടെ വന്ന് തോണ്ടിയ സമയത്ത്, മമ്മൂട്ടി വന്ന് അപമാനിച്ച സമയത്ത് ഈ നാട്ടിലെ സാധാരണക്കാരായ സഖാക്കളുടെയും അനുഭാവികളുടെയും ഹൃദയം വേദനിച്ചു. പക്ഷേ മുഖ്യമന്ത്രിക്ക് വേദനിച്ചത് മമ്മൂട്ടിക്ക് വിഷമമുണ്ടാക്കി ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞു. അവിടേക്ക് പാർട്ടി മാറിപ്പോയി. ഈ പാർട്ടി സഖാക്കളെ, ഈ പാർട്ടിയുടെ അനുഭാവികളെ നെഞ്ചോട് ചേർക്കേണ്ടതിന് പകരം ബൂർസകളുടെ അടുത്തേക്കാണ് തിരിഞ്ഞു പോയത്. ഒരു സഖാവ് ആവേശം മൂത്ത് ഒരു ചോദ്യം ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ വീട്ടിൽ പോയി ചോദിക്കടാന്നാ പറഞ്ഞത് നേതാവ്, ആ സഖാവിന്റെ നേതാവ്. അത് ഈ നാട്ടിലെ സാധാരണക്കാരായ പാർട്ടിയുടെ അനുഭാവികൾക്ക് വേദന സമ്മാനിച്ചു. അല്ലയോ പിണറായി സഖാവേ, താങ്കൾക്ക് ഈ സാധാരണക്കാരായ പാർട്ടി സഖാക്കളോട് ഇത്ര കൈത്തമാണോ? അവരെ നിങ്ങൾ ഏത് സമയത്തും മാറ്റി ഓടിക്കുന്ന, അവരോട് ക്രൂരമായിട്ട് പെരുമാറുന്ന ഒരു മനോഭാവമാണ്, ഒരു പ്രകൃതിയാണ് ഇന്നേ വരെ കാണാൻ കഴിയുന്നത്. ഒരു സഖാവ്, ഒരു അനുഭാവി അങ്ങയുടെ അടുത്ത് വന്ന് സെൽഫി എടുക്കാൻ ശ്രമിച്ചപ്പോൾ അങ്ങ് പിടിച്ച് തള്ളി. ഒരു സഖാവ് ഒരു ചോദ്യം ചോദിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോ വീട്ടിൽ പോയി ചോദിക്കടാന്ന് പറഞ്ഞു. നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ശീതീകരിച്ച വാഹനം, AC റൂമുകൾ, ഈ 10 കൊല്ലം നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഉപയോഗിച്ച ഹെലികോപ്റ്റർ, ഇതൊന്നും നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങളുടെ സമ്പത്തോ മറ്റോ കൊണ്ടല്ല. ഈ നാട്ടിലെ ഈ പാർട്ടിയെ സ്നേഹിച്ച ലക്ഷോപലക്ഷം വരുന്ന സഖാക്കള് വെയിൽ കൊണ്ട് ഉറക്കമൊഴിച്ച് ഈ പാർട്ടിക്ക് വേണ്ടി അധ്വാനിച്ചതിന്റെ ഫലമായിട്ടാണ് നിങ്ങൾ അനുഭവിച്ചത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. പണ്ട് കാലത്ത് അയിത്തവും മാറ്റി നിർത്തലൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഈ സഖാക്കളെ, ഈ അനുഭാവികളെ ചേർത്ത് നിർത്താൻ നിങ്ങൾക്ക് കഴിയില്ല. ഏത് സമയത്തും നിങ്ങൾ ഇവരോട് ആക്രോശിച്ചിട്ടേ ഉള്ളൂ, ഇവരോട് ദേഷ്യത്തോടെ നിങ്ങൾ പെരുമാറിയിട്ടുള്ളൂ. അത് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ അനുഭവിച്ചു. 3-ാം പ്രാവശ്യവും നിങ്ങൾ തന്നെ വരുന്നത് എന്ന് അറിഞ്ഞപ്പോൾ ഈ പാർട്ടിയെ സ്നേഹിക്കുന്ന, ഈ പാർട്ടിയോട് അനുഭാവമുള്ള ആളുകൾ തീരുമാനിച്ചു നിങ്ങൾ വരാൻ പാടില്ല എന്ന്. അല്ലാതെ കോൺഗ്രസും ലീഗും വിചാരിച്ചാലൊന്നും CPM-നെ ഇവിടെ ഇല്ലാതാക്കാൻ കഴിയില്ല. ഈ പാർട്ടിയുടെ അനുഭാവികളെ ചേർത്ത് നിർത്തേണ്ടവരെ ചേർത്ത് നിർത്തി, പറഞ്ഞു തീർക്കേണ്ട വിഷയങ്ങൾ പറഞ്ഞു തീർത്ത് എല്ലാവരെയും കൂടെ കൊണ്ടു നടക്കുന്ന ഒരു പാർട്ടിയായിരുന്ന പാർട്ടി അതിൻ്റെ നിലപാട് മാറ്റി, ഞാനും എൻ്റെ തട്ടാനും എൻ്റെ കെട്ടിയോളും മതി, ബാക്കിയുള്ളവരൊക്കെ ഒതുക്കുക എന്നുള്ള ആ നിലപാടിലേക്ക് പോയതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത്. എൻ്റെ മാഷേ, നിങ്ങൾ രണ്ടുപേരും ഒന്ന് ഇറങ്ങിപ്പോയാൽ ഈ പാർട്ടി ഇവിടെ നേരാവും, വെച്ചുപിടിക്കും. സതീശൻ പറഞ്ഞത് കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ്, അതല്ലെങ്കിൽ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് സതീശൻ പറഞ്ഞത് നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരെ ബഹുമാനിക്കണം. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ വോട്ട് ചെയ്തത് കൊണ്ടാണ് കോൺഗ്രസിന് ഇവിടെ അധികാരത്തിലെത്താൻ കഴിഞ്ഞത്. അത് താങ്കൾക്ക് കൂടിയുള്ള ഒരു വാക്കാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യം.